റേഷൻ കാർഡ് നിലവിൽ APL ആണെങ്കിൽ അർഹരായിട്ടുള്ളവർക്ക് ഇപ്പോൾ റേഷൻ കാർഡ് BPL ആക്കാൻ അപേക്ഷിക്കാൻ അവസരം. 2025 ജൂൺ 2 മുതൽ 2025 ജൂൺ 15 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. അപേക്ഷ നൽകുന്നതിന് ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. റേഷൻ കാർഡിലെ അംഗങ്ങൾ ആരും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരനാകാൻ പാടില്ല. കാർഡിലെ ഒരംഗവും ഇൻകം ടാക്സ് നൽകുന്നവർ ആകരുത്. കാർഡിലെ അംഗങ്ങളാരും സർവീസ് പെൻഷനർ ആകാൻ പാടില്ല. വീടിൻ്റെ ആകെ വിസ്തീർണം 1000 ചതുരശ്ര അടിയിൽ കൂടുവാൻ പാടുള്ളതല്ല. കാർഡുടമയ്ക്ക് 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. സ്വയം ഓടിക്കുന്ന ഒരു ടാക്സി ഒഴിച്ച് കാർഡുടമയ്ക്ക് 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. കാർഡുടമ പ്രൊഫഷണൽസ് ആകാൻ പാടില്ല. ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT, നഴ്സ്, CA മുതലായ പ്രൊഫഷണൽസ് ആകാൻ പാടില്ല കാർഡുടമ. കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ആകെ 1 ഏക്കർ സ്ഥലം മാത്രമേ കൈവശം ഉണ്ടാകാൻ പാടുള്ളൂ. SC/ST വിഭാഗങ്ങൾക്ക് ഇത് ബാധകമല്ല. SC/ST വിഭാഗങ്ങൾക്കൊഴികെ മറ്റു വിഭാഗങ്ങൾക്ക് കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ആകെ 1 ഏക്കർ സ്ഥലം മാത്രമേ കൈവശമായി ഉണ്ടാകാൻ പാടുള്ളൂ. കാർഡിലെ പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ കൂടുവാൻ പാടില്ല. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുവാനും പാടില്ല. വിധവകൾ, ഗുരുതര രോഗമുള്ളവർ, ഭിന്നശേഷിക്കാർ, സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലാത്തവർ എന്നീ മാനദണ്ഡങ്ങളുള്ള കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. ആശ്രയ വിഭാഗത്തിൽപ്പെട്ടവർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ നൽകുന്ന സാക്ഷ്യപത്രം ഹാജരാക്കണം. ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര മാരക രോഗങ്ങൾ ഉള്ളവർ ചികിത്സാരേഖകളുടെ പകർപ്പുകൾ ഹാജരാക്കിയാൽ മതി. പട്ടികവർഗത്തിൽപ്പെട്ടവർ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വിധവ ഗൃഹനാഥയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്. വീട് സ്ഥലവും സ്വന്തമായി ഇല്ലാത്ത കുടുംബമാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത ഭവനരഹിത സർട്ടിഫിക്കറ്റ്. BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രം ഹാജരാക്കണം. ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം. എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തവരുടെ അപേക്ഷകളെ സ്വീകരിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക. 2025 ജൂൺ 2 മുതൽ 2025 ജൂൺ 15 വരെ ഓൺലൈനായി അപേക്ഷ നൽകുവാൻ സാധിക്കും.